ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി മാക്രോണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. മാക്രോണി ഒന്നും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അടിപൊളി ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ന്യൂ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ചിക്കന് നല്ലോണം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ചിക്കന് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് ആണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ മാക്രോണിയെല്ലാം ഉണ്ടാക്കൂലേ, ഉണ്ടാക്കുമ്പം ആഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയില്ലേ, സാധാ വെളിച്ചെണ്ണ, ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട. പിന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിൽ പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ചിട്ടാണ് കേട്ടോ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഞാനിതിൽ കറക്റ്റ് ഈ ഒരു അളവിൽ കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അതവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മാക്രോണി വേവിക്കാനും വേണ്ടിയിട്ടുള്ള കുക്ക് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മാക്രോണി പാസ്ത വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് മാക്രോണി റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 250 ml 2 കപ്പ് അളവിലാണ് കേട്ടോ മാക്രോണി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു മാക്രോണി കുക്ക് ചെയ്തെടുക്കാൻ വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല. നമ്മൾ എത്രയാണോ മാക്രോണി എടുക്കുന്നത് അതിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്കാക്കി എടുക്കുക. ഒരു 5-10 മിനിറ്റ് എല്ലാം മതി കേട്ടോ, പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. അതവിടുന്ന് കുക്കായി വരുന്ന ടൈം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുക. ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് 2 വലിയ സവാള കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പം ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിലും എല്ലാം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതല്ലേ, അപ്പം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നത് സവാള പെട്ടെന്ന് വാടി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പം ഈ ഒരു ടൈമിലല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുമ്പം ആ ഒരു ടൈമിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ സവാള അത്യാവശ്യം നല്ലോണം വാടി വരുന്നത് വരെ വാട്ടിയെടുക്കുക. ആ ഒരു ടൈം കൊണ്ട് മാക്രോണി ഇവിടെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇത് കുക്കാക്കി എടുക്കുന്ന ടൈമിൽ നമ്മൾ ഒരുപാടങ്ങ് കുക്കാക്കി എടുക്കാൻ പാടില്ല കേട്ടോ, കറക്റ്റായിട്ട് വേണം കുക്കാക്കി എടുക്കാൻ. ഒരു 90 to 95% എല്ലാം കുക്കാക്കി എടുത്താൽ മതി. ഇനിയിപ്പം നമുക്ക് കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് എടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി നോക്കാം. അന്നേരം നമുക്ക് മനസ്സിലാവും കേട്ടോ കറക്റ്റ് കുക്കായിനോ ഇല്ലയോ എന്നുള്ളത്. അന്നേരം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. ഇനിയിപ്പം ഇതിലുള്ള വെള്ളമെല്ലാം മൊത്തത്തിൽ കളഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ പച്ചവെള്ളം, സാധാ നോർമൽ പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സാക്കിയിട്ട് അതിലുള്ള വെള്ളമെല്ലാം കളഞ്ഞ് ഞാൻ ഇതേപോലൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിൽ പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അതെന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇതിൽ മസാലയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സവാള ഇതേപോലെ അത്യാവശ്യം ഒന്ന് വാടി വന്നാൽ ഇതിലേക്കൊരു വലിയ തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ, അതുവരെ ഒന്ന് വാട്ടിയെടുക്കുക.
അപ്പോൾ ദാ ഒരു 3-4 മിനിറ്റിന് ശേഷം തക്കാളിയെല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും, 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും, 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ നോർമൽ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ക്രഷാക്കിയിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എല്ലാം കൂടി മൊത്തത്തിൽ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചിട്ടുള്ള ചിക്കന് മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ചിക്കന് നല്ലോണം കുക്കായി വരുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കുക. പിന്നെ ഇത് കുക്കാക്കി എടുക്കുന്ന ടൈമിൽ ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതേപോലെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് ചിക്കന് എല്ലാ ഭാഗത്തും കറക്റ്റ് കുക്കായിട്ട് കിട്ടുക. അപ്പോൾ ദാ ഒരു 10-15 മിനിറ്റിന് ശേഷം ചിക്കനെല്ലാം 15 മിനിറ്റൊന്നും വേണ്ട കേട്ടോ. കാര്യം നമ്മളിത് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുത്തോണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. അതുകൊണ്ട് ഒരു 10 മിനിറ്റിന് ശേഷം ചിക്കനെല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ചിക്കന് കുക്കാക്കി എടുക്കുന്ന ടൈമിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ചിക്കൻ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരുമല്ലോ. അതുകൊണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാണ്ട് റെഡിയാക്കി എടുത്താൽ മതി. ഇതിപ്പം കറക്റ്റ് മസാല ടൈപ്പിൽ തന്നെയാണ് കേട്ടോ ഉള്ള. ഇനിയിപ്പം നിങ്ങൾ ആക്കിയെടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളമെല്ലാം അധികമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഒരു മസാല പോലെയെല്ലാം ആക്കിയെടുക്കുക. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞേ. ഇനി ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കാക്കി എടുത്തിട്ടുള്ള മാക്രോണി ഇല്ലേ, അത് വെള്ളമെല്ലാം മുഴുവനായിട്ട് കളഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മാക്രോണി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് ഈ ഒരു രൂപത്തിൽ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ കുക്ക് ചെയ്തെടുത്തതിനെ പാട് ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിലിട്ടിട്ടൊന്ന് അതിൻ്റെ ചൂടെല്ലാം കളഞ്ഞെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. മസാലയും മാക്രോണിയും എല്ലാം മൊത്തത്തിൽ മിക്സായിട്ട് കിട്ടണം കേട്ടോ. മാക്രോണി മൊത്തത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. എന്നിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളല്ലേ ഇതുണ്ടാക്കിയെടുക്കാൻ. അടിപൊളി ടേസ്റ്റുള്ളൊരു മാക്രോണി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കുക. അടിപൊളി ടേസ്റ്റുള്ളൊരു മാക്രോണിയാണ് കേട്ടോ. സ്പെഷ്യൽ ടൈമിൽ നമുക്ക് എന്താ പറയുക, പാർട്ടി ടൈമിലും നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഡേ ആ ഒരു ടൈമിലെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലെ നല്ല അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.